ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പച്ചരിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരി 2-3 വെള്ളം ഒന്ന് കഴുകിയ ശേഷം ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള പച്ചരിയാണിത്. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു പച്ചരി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്. ഞാനിപ്പോൾ ചെറിയ ഉരുളൻകിഴങ്ങ് കൊണ്ട് 4 എണ്ണം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. വലിയ ഉരുളൻകിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി നമുക്കിത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ നമ്മളൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. ഇനി ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് ഈ അരിയുടെ മിക്സിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ ഈ അരിയുടെ മിക്സും ഉരുളൻകിഴങ്ങിൻ്റെ മിക്സും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെയായിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പൂണ് ആദ്യം എണ്ണയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ പച്ചരിയും ഉരുളൻകിഴങ്ങൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.